ഉത്തരവാദിത്തത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ മനുഷ്യരോടുള്ള ഉത്തരവാദിത്തം. ഇപ്പോൾ അതിന് ഏറ്റവും അരാഷ്ട്രീയതയെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് SYS മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ SYS ഒരുപാട് പദ്ധതികൾ, സൗഹൃദ ചായ അതേപോലെയുള്ള പദ്ധതികളൊക്കെ ഈ ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർ വെക്കുന്നതും ഈ മനുഷ്യന്മാരുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിൾ പൊളിറ്റിക്സ്. ഈ റെസ്പോൺസിബിൾ പൊളിറ്റിക്സിലൂടെ എല്ലാ ആളുകളെയും ഒന്നിച്ചിരിക്കുക. അതേപോലെ ഹക്കീം അസീർ ഉസ്താദ് ഈ റിപ്പോർട്ടറിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ ആളുകളെയും ഒരുപോലെ ഒരേ സദസ്സിലിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, അതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഇനിയും നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള ഇനിയും ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ആശയം എത്തേണ്ടതുണ്ട്. അതേപോലെ ഈ അരാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ആളുകൾ സ്വന്തം ജീവിതം തന്നെ നമ്മൾ വേറെ വേണ്ടില്ല, നമ്മളെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കിയുള്ള ഈ സംഘടനയിലോ രാഷ്ട്രീയത്തിലോ നമ്മളൊന്നും ഇടപെടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രതിരോധിച്ച് അതിനെതിരെ എന്താണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മറ്റുള്ള ആളുകളോടുള്ള ഉത്തരവാദിത്വം കൂടി നിറവേറ്റുന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണ അർത്ഥം. അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല കാണുന്നത്. ഇപ്പോൾ ഏജ് പറഞ്ഞല്ലോ, SYS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം തീർത്തും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ ഖുറൈശികളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ഖുറൈശികളുടെ എന്തുണ്ടായിരുന്നു? മൂല്യവത്തായ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതിനെ ഏൽപ്പിക്കാനായിരുന്നു തീർത്തും അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമാണ് മനുഷ്യനോടുള്ള ആ ബന്ധവും അവരോടുള്ള ആ ധാർമ്മികതയും എല്ലാം തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാണ് അക്കാലഘട്ടത്തിലെ മക്കയിലെ ഖുറൈശികൾ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തി അതിനൊരു അത് തിരികെ ഇനി വരുന്ന സമയത്ത് എനിക്കത് കൊടുക്കാനുള്ളതല്ലേ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ധാർമ്മിക മനുഷ്യനോടുള്ള ബന്ധം എത്രത്തോളം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് നമുക്ക് ഉമറുല്ലാന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഉമറുല്ലാനു അത്രയും നല്ല ഭരണാധികാരിയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, ഏകദേശം 20ഓളം രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടാണ് ഉമറുല്ലാനു ഭരണത്തേക്ക് കാരണം. ഈ റോമ, പേർഷ്യ അങ്ങനെ പോലെ രാജ്യങ്ങൾ കാരണം. ഈ ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന രാജ്യമാണ് ഖുദ്സ് എന്ന്. അത് ഉമറുല്ലാന്റെ കീഴിലാണ്. ഇത്രയും കാലം ക്രിസ്ത്യാനികളുടെ കീഴിലുണ്ടായിരുന്ന ഈ ഖുദ്സ് ഉമറുല്ലാനു ഭരണത്തിൽ വന്നപ്പോഴാണ് അത് ഉമറുല്ലാൻ പിടിച്ചെടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആ ഉമറുല്ലാവിന്റെ ഈ ഭരണ രീതി എങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഉമറുല്ലാവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, കുറച്ച് കൂട്ട ആളുകൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉമറുല്ലാന്റെ സഹപാഠികളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുതിരമേൽ 2 ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കുതിരന്റെ അടുത്തുള്ള ആൾക്കാർ അപ്പോൾ ആ വരുന്ന ആളുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. അതിന് എതിർ ടീമിനോട് ചോദിക്കുന്നുണ്ട്, ഈ അതിൽ കുതിരമേ വരുന്ന ആളാണോ നിങ്ങളുടെ യജമാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുതിരന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഒരു വ്യക്തി വരുന്നുണ്ട്. പക്ഷെ അവരുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്, ഉമറുല്ലാന്റെ അനുയായികൾ പറയുന്നുണ്ട്, അതല്ല, കാരണം ആ കടിഞ്ഞാണ് പിടിച്ചു വരുന്ന ആളാണ് ഞങ്ങളുടെ യജമാനി എന്ന് പറയുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ആളെന്ന് പറഞ്ഞുകൊണ്ട് ഉമറുല്ലാനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയും നല്ല രീതിയിലാണ് ഉമറുല്ലാനെ രാഷ്ട്രീയം ഇങ്ങനെ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാം. അപ്പൊ ഇതിനെ പറ്റിക്കാണ്ട് സ്വാഭികൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ വരാനുള്ള ഒന്നാമത്തെ കാരണം ഒരു കുതിരയുള്ളത്, ഞങ്ങൾ 2 പേരാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ 2 പേരും ഉണ്ടാകുമ്പോൾ ഈ 2 പേരും കൂടിക്കാണ്ട് ഈ കുതിരമേ പ്രയാസപ്പെടുത്തണില്ല, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളിങ്ങനെ പോരുമ്പോൾ എൻ്റെ ഊയം കഴിഞ്ഞ് അടുത്ത ഊയാണ് ഈ ആൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിയിൽ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ടും എൻ്റെ സഹപാഠി
കുതിരമ വരുന്നുള്ള അതാണ് നിങ്ങൾ കാഴ്ചപ്പാട് കാണുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഞാനിത് ഇതിനു മുമ്പ് കുറച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഇന്ത്യ രാഷ്ട്രപതി ഗാന്ധിജി പറയുന്നുണ്ട്, ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് നമുക്ക് ഇന്ത്യ ഭരിക്കാൻ ഖലീഫ് ഉമർ വന്നില്ലെങ്കിൽ എന്ന് ഗാന്ധിജി ചിന്തിച്ചു പോകുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും നല്ലൊരു രീതിയിലാണ് ഉമർ അല്ലാനു നമ്മൾ ഈ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടെ നമുക്ക് ഒന്നുപാടി വായിക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തില് ഓരോ മനുഷ്യന്മാരുടെയും ഗതികൾ മനസ്സിലാക്കി രാത്രികാലങ്ങളിൽ ഇറങ്ങി നടങ്ങി എല്ലാവിധ സാഹചര്യങ്ങളും മനുഷ്യരുടെ എല്ലാവിധ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ഭരണം കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് നോക്കിയാൽ കാണും ഈ മൃഗങ്ങളോടും കൂടി ഇപ്പൊ മാറ്റിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടെ ആണല്ലോ, സഹജീവികളോടുകൂടി കാണിക്കുന്ന ഒരു കുതിരനെ പിടിക്കുമ്പോൾ കുതിരന്റെ രണ്ടാളിരിക്കുക, ആ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു വന്ന് അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആളുകൾക്കൊക്കെ ഒരു മാതൃക കൂടിയാണ്. അതേപോലെ SYS ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ. പിന്നെ SYS ഒരു ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ നേരിന്റെ രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് പ്രകടമാകുന്നത് ഈ അരാഷ്ട്രീയതയെ പ്രതിരോധിക്കൽ കൂടിയാണ്. അപ്പോൾ അരാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾ, അതായത് അരാഷ്ട്രീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ ഈ തൊപ്പി തന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരാളുണ്ട്. അപ്പൊ ഇയാൾ ഇതേപോലെ അരാഷ്ട്രീയമായിക്കൊണ്ടാണ് പെരുമാറുന്നത്. ഇതുപോലെ ഈ നേരിന്റെ രാഷ്ട്രീയത്തെ പറ്റിക്കാണ്ടല്ലാതെ ഈ അരാഷ്ട്രീയമായിക്കൊണ്ടാണ് ഇവരുടെ ഇടപാടുകളൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. അതുപോലുള്ള പല യൂട്യൂബ് ചാനലുകളും ഇങ്ങനെയുള്ള പൊതുരംഗത്ത് വരുന്നതൊക്കെ ഇങ്ങനെ അരാഷ്ട്രീയ നിലപാടിലാണ് വരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ചാനലുകളിലേക്കാണ്ടും എല്ലാവരും തന്നെ ഈ അടുത്തായി തന്നെ കുറെ എത്രയോ ആൾക്കാർ നമുക്ക് കൺമുമ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അരാഷ്ട്രീയമായി ബന്ധപ്പെട്ടുള്ള കുറെ പേരുണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഈ വർഷത്തെ ഒരു വേർഡായിട്ട് പറഞ്ഞത് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ്. ബ്രെയിൻ റോട്ടിൻ്റെ ഉദ്ദേശം പറയുന്നത് നമ്മളെ മസ്തിഷ്കം തന്നെ ചീഞ്ഞു പോകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെയാണ് ഒരു പറയുന്നത്. ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ മറ്റുള്ള ആളുകളോട് പ്രതിബദ്ധത ഒന്നും ഇല്ലാതെ സ്വന്തം വെറുതെ ചെറിയ കണ്ടന്റിൽ തന്നെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് പോവുക, അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ ആ സമൂഹത്തിനോടും കൂടി നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരെയും കൂടി നമുക്ക് ഈ എന്താണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത്തരം ചിന്തകളും ആലോചനകളും വരേണ്ട അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നബിത്തങ്ങളെയും റളിയല്ലാഹുവിനെയൊക്കെ ഗാന്ധിജിയൊക്കെ ആവട്ടെ അവരെയൊക്കെ മാതൃകയാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ചർച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലൂടെ ഒരുപാട് അരാഷ്ട്രീയ തൊപ്പിയെ പോലുള്ള അരാഷ്ട്രീയത് ചെറിയ വിദ്യാർത്ഥികൾ വരെ ഇത് തൊപ്പിയെ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇനി വരാനുള്ള തലമുറയാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. തീർത്തും യുവത്വം പ്രായമായവർ അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. എന്നാലും കുട്ടികൾ ഇതിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് ഈ കക്ഷി രാഷ്ട്രീയമാണെന്ന്. അതായത് ഉദാഹരണത്തിന് LDF, UDF, RSS പോലത്തെ ഈ സംഘടനകൾ മാത്രമാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സത്യത്തിൽ. ഇപ്പോൾ നമ്മളെ പല ആളുകളുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലേക്ക് ഉടനീളം കാണാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ലെനിന് പറയുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെനിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും കൂടിയാണ്. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ കാര്യമുണ്ട്, എല്ലാ ആളുകളിലേക്കും അവസാനത്തെ മനുഷ്യനെ വരെ തൊടുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മളുടേത് എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP ഇത്തരം ആളുകൾ വർഗീയ കക്ഷികളാവട്ടെ മറ്റുള്ളവരാവട്ടെ എല്ലാവരും ഈ ഒരു ഇതിൽ നിന്നും തെന്നി മാറിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ, അവരിൽ ഉറപ്പിച്ച ആശയങ്ങൾ മറ്റുള്ള ജനങ്ങളെ തീർത്തും ഇല്ലാതാക്കുക, ന്യൂനപക്ഷങ്ങളെ തീർത്തും തുടച്ചു നീക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ SSF എന്നുള്ളപ്പോൾ അങ്ങനെ അതിൽ ആ കണക്റ്റിൽ കൂട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ റിപ്പോർട്ടിന് കൊടുത്ത അഭിമുഖം, റിപ്പോർട്ടിന് മാത്രമല്ല ഒരുപാട് ഇതിനോട് അഭിമുഖം കൊടുത്തിരുന്നേ. അപ്പോൾ അതിലൊക്കെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം, ഈ ലീഗിനോടും LDFനോടും എല്ലാവരും സമദൂരമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കണമെന്ന്. അപ്പോൾ സമദൂരം എന്ന് പറഞ്ഞ് ഇങ്ങനെ സമദൂരം എന്ന് പറയുമ്പോൾ അവരോട് അത്ര ചായവില്ല, ചോപ്പിലേക്കും ചായവില്ല, അങ്ങനെ ഏതിലേക്കും ചായവില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, നമ്മളെ നിലപാടുണ്ട്. അതായത് എങ്ങനെ
ഈ രാഷ്ട്രീയം എന്ന് ചെയ്യണ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെ ഉത്തരവാദിത്വം, അതായത് ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യും. പക്ഷെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിലേക്കില്ല. എല്ലാ പാർട്ടികളും സമദൂരത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. അത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ നിലപാട് പറയും. നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ വെക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു കാലഘട്ടത്തിൽ ആരാണോ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് പോകുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് നമ്മുടെ വോട്ടുകളെല്ലാം കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരോട് എതിർപ്പൊന്നും ഉണ്ടാവാറില്ല. അവരോട് തന്നെ സൗഹൃദത്തിൽ നമ്മൾ പോവുക. നമുക്ക് കാണാൻ പറ്റും SSFന്റെ ഓരോ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിലും വെറും മുസ്ലിം ഉമ്മത്തിന് മാത്രമായിട്ടല്ല, അത് മറ്റു ജനങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഈ വെഫി പരീക്ഷകളൊക്കെ. ഇപ്പോൾ വെഫിൻ്റെ ടൈം ആയതുകൊണ്ട് പറയാണ്, എല്ലാ ആളുകളെയും ഇപ്പോൾ നമ്മളെ ആൾക്കാർക്ക് മാത്രമല്ല നമ്മൾ പരീക്ഷയും കാര്യങ്ങളും കൊടുക്കണേ. വെഫി ഇപ്പോൾ നമ്മൾ ഒരു ഹൈന്ദവ സഹോദരൻ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ പരീക്ഷ എഴുതാൻ കൊടുക്കും. അത്തരത്തിലുള്ള രീതികളൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി കൊണ്ട് പറയുകയാണ് ഇന്ത്യ. ഒരുപാട് കാലത്തുള്ള അവരുടെ പരിശ്രമമാവാം ആ ഒരു തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റിയത്. അതുകൂടി പറയുമ്പോൾ ഈ SDPI ഒക്കെ പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം, അതിനെപ്പറ്റി എനിക്ക് ഇങ്ങനെ SDPI എന്ന് പറയുന്ന സമയത്ത് തീർത്തും പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെയാണോ? അല്ല, തീർത്തും അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഞാൻ ഇവിടെ വായിച്ചല്ലോ. ആ ഒരു രീതിയിലല്ല പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടുപോകുന്നത്. നമുക്ക് ഖുറാനിൽ വായിക്കാൻ പറ്റും. ഖുറാനിൽ നമ്മൾ കേൾക്കുന്നതാണ് എന്ത്, ഒരു കാഫിറിനെ കണ്ടാൽ ഉടനെ കൊല്ലണം. ശരിക്ക് ആ ആയത്ത് ഇറങ്ങിയത് ആ സാഹചര്യത്തിൽ കൊല്ലലിൽ നിന്നാണ്. എന്നാൽ ഇപ്പൊ അവരതിനെ നിർവചിക്കുന്നത് മറ്റൊരു രീതിയിലായി മാറിയിരിക്കുന്നു. തീർത്തും അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാമിന്റെ ആദർശങ്ങളെയും പൊളിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റും. SDPI പോലത്തെ രാഷ്ട്രീയങ്ങള് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവരിലേക്ക് ചാഞ്ഞോട്ടുള്ള ഒരു സഞ്ചാരം ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരുന്നുണ്ട്. അതിനെതിരെ പല രീതിയിൽ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മുമ്പുള്ള ലെനിന് അതേപോലുള്ള ഒരുപാട് ആളുകൾ അത്തരം രീതികളൊക്കെ തുറന്നു പോയിട്ടുണ്ട്. അതിൽ ചില അപകടങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവർ സോഷ്യലിസ്റ്റ് നയങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ അത്തരം ആശയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ തീർത്തും മൂലധനത്തിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലൂടെയാണ് CPM പോകുന്നത്. മൂലധനത്തിന് ലാഭം ഉണ്ടാവും, ആ ലാഭത്തിൻ്റെ പുറത്തൊരു ചൂഷണം കാണാൻ സാധ്യതയാണ്. ആ തരത്തിലാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്. നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം എന്താണ് തീർത്തും നേരിന്റെ രാഷ്ട്രീയത്തിനോട് വളരെ എതിരായി വരികയാണ് അല്ലേ? നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിലും തീർത്തും എതിരായി വരുന്നൊരു സാഹചര്യമാണ്. തീർത്തും ഈ ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനോടുള്ള ചായ്വ് അത് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിന് ഗീതത്തിന്റെ പല അഴിമതികൾ നമുക്ക് നടന്നു വരുന്നുണ്ട്. ഈ അടുത്ത പല അതുപോലെയുള്ള കേസുകൾ നമുക്ക് അങ്ങനെ ചാനലിലേക്കൊണ്ട് പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ കീഴിലാണ് പല അഴിമതികളും വരുന്നത്. അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല. പിന്നെ അതിന് ഇടയിലൂടെ ഇങ്ങനെ അഴിമതികളുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കാരണമുണ്ട്. ഈ കാര്യത്തിലേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഉത്തരവാദിത്തത്തിൻ്റെ രാഷ്ട്രീയം, നേരിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ SYC ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിനോട് യോജിച്ച ഒരു തലക്കെട്ടന്നെ കിട്ടുന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്, പ്രസക്തി ആർജിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ അരാഷ്ട്രീയമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ആ രീതിയിൽ ഇപ്പോൾ സമൂഹത്തെ കൊണ്ടുപോയി നടക്കുമ്പോൾ ഈ ഉത്തരവാദിത്വം മറ്റുള്ള ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ ഇത്തരം സംഘടനാപരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SSF ക്യാമ്പസിൽ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ പല റിഫായിതങ്ങളുടെ ആ ഒരു ജീവിതശൈലി പഠിപ്പിച്ചു കൊടുക്കുകയും ആ രീതിയിൽ ആളുകളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ മറ്റുള്ള പഠിത്തമെന്നാണ് ഒരുപാട് പദ്ധതികൾ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അകലിൽ പോകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി കൃത്യമായ ഒരു രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രീയം, രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്നും തീർത്തും മുക്തമായ ഒരു നേരിൻ്റെ രാഷ്ട്രീയത്തെയാണ് കാലം ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനം